ന്യൂനപക്ഷ ക്ഷേമം. പരിശുദ്ധ ഹജ്ജ് തീർത്ഥാടകർക്ക് വേണ്ടിയുള്ള കോഴിക്കോട് എംബാർക്കേഷൻ പോയിൻ്റ് സർക്കാർ ഇടപെടലിൻ്റെ ഭാഗമായി പുനഃസ്ഥാപിക്കുകയും കണ്ണൂർ എംബാർക്കേഷൻ പോയിൻ്റ് പുതുതായി അനുവദിക്കുകയും ചെയ്തു. കോഴിക്കോട് ഹജ്ജ് ഹൗസിനോട് ചേർന്ന് 8.2 കോടി രൂപ വിനിയോഗിച്ച് 2022 വനിതാ ബ്ലോക്ക് പൂർത്തീകരിക്കുകയുണ്ടായി. കണ്ണൂരിൽ കിൻഫ്ര സ്ഥലം വിട്ടു നൽകുന്ന സ്ഥലത്താണ് പുതിയ ഹജ്ജ് ഹൗസ് നിർമ്മിക്കുക. 1 ഏക്കർ സ്ഥലം വിട്ടു നൽകുവാൻ ധാരണയായിട്ടുണ്ട്. വിവിധ ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾക്കായിട്ട് 105.63 കോടി രൂപ വികസിക്കുന്നു. ഇത് മുൻവർഷത്തേക്കാൾ 8 കോടി രൂപ അധികമാണ്. APJ അബ്ദുൽ കലാം സ്കോളർഷിപ്പിനുള്ള 82 ലക്ഷം രൂപ ഉൾപ്പെടെ വിവിധ സ്കോളർഷിപ്പ് സ്കീമുകൾക്കായിട്ട് 9.61 കോടി രൂപ വെക്കുന്നു. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുള്ള നൈപുണ്യ വികസന തൊഴിലവസര പദ്ധതികൾക്കായിട്ട് 7.02 കോടി രൂപയും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഇമ്പിച്ച് ബാബ ഭവന പുനരുദ്ധാരണ പദ്ധതിക്ക് 5 കോടി രൂപയും മാറ്റിവെക്കുന്നു. മുന്നോക്ക സമുദായങ്ങളുടെ ക്ഷേമം. മുന്നോക്ക വിഭാഗ ക്ഷേമ കോർപ്പറേഷൻ ലിമിറ്റിന് 38 കോടി രൂപ ഉയർത്തുന്നു. ഇത് മുൻവർഷത്തേക്കാൾ 3 കോടി രൂപ അധികമാണ്. സാർ, സാമൂഹ്യ സുരക്ഷിതത്വവും ക്ഷേമവും. സാമൂഹ്യ സുരക്ഷിതത്വവും ക്ഷേമം എന്ന മേഖലയ്ക്കായി 706.71 കോടി രൂപ ഉയർത്തുന്നു. ഇത് മുൻവർഷത്തേക്കാൾ 80.98 കോടി രൂപ അധികമാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ട അസംഘടിത വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള സാമൂഹ്യ സുരക്ഷിതത്വ സംരംഭങ്ങൾ 15 കോടി രൂപ വകയിരുത്തുന്നു. സാർ, രാജ്യത്തെ ഏറ്റവും ബൃഹത്തായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി കേരളത്തിലാണ്. 60 ലക്ഷത്തോളം പേർക്ക് പ്രതിമാസം 1600 രൂപ പെൻഷനായി നൽകാനായി 11,000 കോടി രൂപയിലധികമാണ് സർക്കാർ ചെലവാക്കുന്നത്. ഈ സർക്കാർ ഇതുവരെ പെൻഷന് വേണ്ടി 33,230 കോടി രൂപ ചെലവാക്കി. അപ്പോൾ അത് ഇതിനകത്ത് ആകെ കേന്ദ്രത്തിൻ്റെ 2% തുക മാത്രമേ കിട്ടുന്നുള്ളൂ. സാർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ റൂൾ 300 അനുസരിച്ച് ഇനി 3 കുടിശ്ശികകൾ കൊടുത്തു തീർക്കാനുണ്ട്. അത് സമയബന്ധമായി ഏകദേശം 3000 കോടി രൂപയിലധികം സമയബന്ധമായി കൊടുത്തു തീർക്കും എന്നുള്ള സഭയിൽ ഉറപ്പ് തരികയാണ്. സാർ, ട്രാൻസ്ജെൻഡറുകൾക്കുള്ള മഴവിൽ പദ്ധതി 5.5 കോടി രൂപ വെക്കുന്നു. അനധികൃതമായ രാജ്യത്ത് പ്രവേശിച്ചവർക്ക് ശിക്ഷ കഴിഞ്ഞ് തിരിഞ്ഞു പോകാനായിട്ടുള്ള ട്രാൻസിറ്റ് ഹോം എന്ന പദ്ധതിക്കായിട്ട് വിദേശികൾക്കും താൽക്കാലിക താമസ സൗകര്യം പ്രദാനം ചെയ്യുന്ന ട്രാൻസിറ്റ് ഹോം എന്ന പദ്ധതിക്കായിട്ട് 1 കോടി രൂപ വകയിരുത്തുന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റീഹാബിലിറ്റേഷന് 18 കോടി രൂപയായിട്ട് വർത്തുന്നു. എൻഡോസൾഫാൻ മേഖലയിൽ സഹായം നൽകുന്നതിന് 17 കോടി രൂപ. വയോമിത്രം പദ്ധതിക്കായിട്ട് 27.5 കോടി രൂപ. വൈകല്യമുള്ളവർക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന അനുയാത്ര പദ്ധതിക്ക് 21 കോടി രൂപ. വൃക്ക തകരാറുകൾ, കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയവർ, ഹിമോഫീലിയയും ബന്ധപ്പെട്ട രോഗങ്ങളും സിക്കിൾ സെൽ അനീമിയ എന്നിവ ബാധിച്ച് ചികിത്സയിലിരിക്കുന്ന രോഗികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിക്ക് 6 കോടി രൂപ എന്നിങ്ങനെ മാറ്റിവെക്കുന്നു. കിടപ്പിലായ രോഗികളെ വീട്ടിൽ പരിചരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് പ്രതിമാസം 600 രൂപ വെച്ച് നൽകുന്ന ആശ്വാസകരണ പദ്ധതിക്ക് 50 കോടി രൂപ വകയിരുത്തുന്നു. ജുവനൈൽ ഡയബറ്റിസ് ബാധിച്ച കുട്ടികളുടെ മിഠായി പദ്ധതിക്കായി 3.8 കോടി രൂപ വകയിരുത്തുന്നു. ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ നടപ്പിലാക്കി വരുന്ന പദ്ധതിക്കായിട്ട് 16 കോടി രൂപ വകയിരുത്തുന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് വിവിധ പദ്ധതി പ്രവർത്തനങ്ങൾക്കായി 22 കോടി രൂപ. നിർഭയ പ്രോഗ്രാമിന് 12 കോടി രൂപ. സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നതിനുള്ള സ്ത്രീ ശാക്തീകരണ പരിപാടിക്കായി 14.5 കോടി രൂപ എന്നിങ്ങനെ വകയിരുത്തുന്നു. സർ, അംഗനവാടികളിൽ മുട്ടയും പാലും നൽകുന്ന പദ്ധതി വിലപ്പെടുത്തുന്നതാണ്. എല്ലാ പ്രവർത്തനങ്ങളിലും മുട്ടയോ പാലോ നൽകുന്നതെന്ന് ഉറപ്പാക്കും. പദ്ധതിയുടെ വിഹിതം 80 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു. കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള സൈക്കോ സോഷ്യൽ പദ്ധതിക്കായി 51 കോടി രൂപ വകയിരുത്തുന്നു. സർ, ജെൻഡർ പ്രവർത്തനങ്ങൾക്ക് 9 കോടി രൂപ വകയിരുത്തുന്നു. പ്രധാനമന്ത്രി മാതൃവന്ദന യോജന എന്ന പദ്ധതിയുടെ നടത്തിപ്പിനുള്ള സംസ്ഥാന വിഹിതമായി 30 കോടി രൂപ വകയിരുത്തുന്നു. സർ, കുടുംബമോ മറ്റു പിന്തുണയോ ഇല്ലാതെ ശിശുമന്ദിരത്തിലൂടെ സംരക്ഷണം ലഭിച്ച കുട്ടികൾക്ക് 18 വയസ്സ് പൂർത്തിയാകുന്ന മുറയ്ക്ക് അവർക്ക് സ്വതന്ത്ര ജീവിതം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആഫ്റ്റർ കെയർ ഹോം സംവിധാനം ഏർപ്പെടുത്തുന്നതാണ്. ഈ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് 11 കോടി രൂപ മാറ്റിവെക്കുന്നു.